ഇത്തരത്തിൽ നിലത്ത് കിടത്തി ചികിത്സിക്കുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതെനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഞാൻ 1986 മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഉള്ള പോലെ തന്നെ ഇപ്പോഴും രോഗികൾ തറയിൽ കിടക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു, നമ്മുടെ സാംസ്കാരിക കേരളത്തിന് തന്നെ അത് വളരെ വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് ശരിയല്ല. അതിന് അടിയന്തരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവേണ്ടത്. ഡോക്ടർ, പ്രധാനപ്പെട്ട കാര്യം എല്ലാം മാറി സർക്കാർ പറയുന്ന കാര്യമാണ്. ഞങ്ങൾ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു എന്നിങ്ങനെ പറയാറുണ്ട്, ഒരു ബോർഡ് സ്ഥാപിക്കാറുണ്ട്, ഒരു കെട്ടിടം സ്ഥാപിച്ചു. അത് മെഡിക്കൽ സ്ഥാപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ അവകാശം ഉന്നയിക്കുന്നത്. പക്ഷേ അവിടെ ആവശ്യ ഡോക്ടർമാരോ അത് ജീവനക്കാരോ മറ്റു ബസ്സൊന്നും വെറും ബോർഡ് ബസ്സോട് മാത്രം മെഡിക്കൽ കോളേജ് ആകുമോ? അതില്ല, നമ്മുടെ പ്ലാനിങ്ങിൽ വന്നിട്ട് പാളിച്ചയാണ്. അതിനകത്ത് നമ്മുടെ കാഴ്ചപ്പാടിനുള്ളൊരു ചെറിയ വ്യത്യാസം, എന്തോ ഒരു അപരേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനല്ല. അതായത് സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കൂടുതൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗകര്യങ്ങളോ അടിയന്തരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇല്ല, ഞാനങ്ങനെ വിമർശനാത്മകമായിട്ടൊന്നും ആരെയും വിമർശിച്ചിട്ടില്ല. പൊതുവായി കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ മെഡിക്കൽ കൗൺസിലിന്റെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഇവിടെ കാണുന്ന കാര്യം, ഒരു മെഡിക്കൽ കോളേജിൽ നിന്നും ആ സമയത്തേക്ക് ഈ പരിശോധനയ്ക്ക് വരുന്ന മെഡിക്കൽ കോളേജിലേക്ക് അധ്യാപകരെ മാറ്റുക, എന്നിട്ട് അത് എണ്ണം തെളിഞ്ഞത് കാണിക്കുക. ഇത് ഇത്രയും വർഷങ്ങളായി നടന്നു പോകുന്നു. ഇത് അനുഭവിക്കുന്നത് നിങ്ങളിപ്പോൾ ഡോക്ടർമാരല്ല, അവിടെ വേണ്ട അധ്യാപകരില്ല, ഡോക്ടർമാരെന്നുള്ള കാര്യം. അത് തീർച്ചയായിട്ടും അത് ഞാൻ KGMCTയുടെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അത് എനിക്ക് പറയാനുള്ള ആധികാരികമായിട്ടുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ ഡോക്ടർമാരെ എങ്ങനെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് താൽക്കാലികമായിട്ട് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അവിടെ അവരുടെ എണ്ണം കാണിക്കാൻ വേണ്ടി അവരെ ഉൾപ്പെടുത്തുകയും പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇവിടെയുള്ള കുറേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ കുറേ നാളത്തേക്ക് നമുക്ക് നഷ്ടപ്പെടുന്നു. പിന്നെ അവരവിടെ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ അത് രോഗി പരിചരണത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ച് ഡോക്ടർമാരെ പെട്ടെന്ന് നീക്കം ചെയ്യുമ്പോൾ അവിടെ ആ ഡോക്ടർമാരുടെ കുറവ്, ഓൾറെഡി കുറവുള്ള ഡിപ്പാർട്ട്മെന്റിൽ പിന്നെയും കുറവ് വരും. അവിടെ ജോലിയെ അത് വല്ലാതെ ബാധിക്കും, ടീച്ചിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ ഡോക്ടർമാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം ഉണ്ട്. ഈ കേസിൽ പോലും ഈ വേണുവിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നത് അവിടെ ഡോക്ടർമാരെ ദൗർലഭ്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റേണ്ടി വന്നത്. അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവിടെ എന്തായാലും അവിടെ അതിനുള്ള സൗകര്യം ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് അവിടെ കൊല്ലത്ത് അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെല്ലണം എന്ന് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമേഖല പ്രതിസന്ധി ഡോക്ടർ മാത്രമാണ് തുറന്നു പറയാറ്. മറ്റു ഡോക്ടർമാരും തന്നെ മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി. അല്ല, ഇപ്പോൾ ഞങ്ങൾ KGMCTയുടെ കുറേ മീറ്റിങ്ങുകളും കുറേ പ്രതിഷേധങ്ങളും ഞങ്ങളുടെ സാലറി അരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാമിൽ ഒരുപാട് ഡോക്ടർമാർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ ചാനലുകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള കുറവുകളെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കുറേയൊക്കെ പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ ഞാനന്ന് ഇത് സൂചിപ്പിച്ചതിന് ശേഷം കുറേ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് തന്നിട്ടുണ്ട്. അതെ അതെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഡോക്ടർമാർ മാത്രമാണല്ലോ. അപ്പോൾ അവർക്ക് കുറ്റം ആരോപിക്കാനും അവർക്ക് ശകാരിക്കാനും അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാനും അത് വേണ്ടി വന്ന് അവർക്ക് തല്ലാനും കിട്ടുന്നത് ഡോക്ടർമാരെ മാത്രമാണ്. കാരണം ഞങ്ങളാണ് എപ്പോഴും അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. താങ്കൾ പറഞ്ഞു താങ്കൾ 86 ആദ്യമായി മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ അന്ന് രോഗികൾ തറയിൽ കിടക്കുകയായിരുന്നു. 2025 ഈ തറയിൽ രോഗികൾ കിടക്കുന്നു. ഈ സിസ്റ്റം എന്തൊക്കെ മാറുന്നില്ല. അത് സമൂഹം തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഇതാണ്. ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത് വീണ്ടും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് സമൂഹവും നമ്മുടെ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അതിനെപ്പറ്റി ചിന്തിക്കണം. സമൂഹം അത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ രോഗികളെ തറയെ കിടത്തി ചികിത്സിക്കേണ്ടുന്നത് അത് അങ്ങനല്ല. ഒരു വരുന്ന രോഗികൾക്ക് ഒരു കട്ടിലെങ്കിലും കൊടുക്കാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ എക്യുപ്മെന്റ്സ് മാത്രം പോരാ, അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി സർക്കാർ മുൻകൈ എടുത്ത് നടപ്പിലാക്കണം. തീർച്ചയായിട്ടും.